ഹായ് മക്കളെ, +2 കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ? എടാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എജുപോർട്ട് 100% സ്കോളർഷിപ്പോട് കൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ +2 കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് JE നീറ്റ് എന്നുള്ള 2 ഓപ്ഷൻസ് ആണ്. അതായത് മെഡിക്കൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നീറ്റ് എക്സാമും, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് JE എക്സാമും, IIT NIT പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുകയാണ്. അപ്പോൾ മക്കളെ, ഇതിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ESAT എക്സാം സംഘടിപ്പിക്കുന്നുണ്ട്. ESAT എക്സാം 5.0. മക്കളെ, ഈ ESAT എക്സാം എഴുതിയാൽ ബെനിഫിറ്റ് എന്താണെന്നറിയോ? അത് പറയാനാണ് സാറ് മെയിനായിട്ട് വന്നത്. മക്കൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടിയിട്ട് എജുപോർട്ടിൻ്റെ നീറ്റ് JE റിപ്പീറ്റർ ബാച്ചിലോട്ട് അഡ്മിഷൻ കിട്ടുന്നതാണ്. അത് അങ്ങനെ പറഞ്ഞാൽ എന്താ മക്കളെ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷം റിപ്പീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം നീറ്റ് ആയിക്കോട്ടെ JE ആയിക്കോട്ടെ, നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് 100% ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ 100% സ്കോളർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ESAT എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എടാ, നമ്മുടെ എക്സാം വരുന്നത് കറക്റ്റ് April 26 ഞായറാഴ്ച സൺഡേ ആണ് മക്കളെ എക്സാം വരുന്നത്. അതുമാത്രമല്ല 80+ എക്സാം സെൻറ്ററുകളിലായിട്ട് ESAT എക്സാം ഈ പ്രാവശ്യം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് ആയിട്ട് പോയി എക്സാം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അടുത്തുള്ള സെൻറ്ററുകൾ തന്നെ മക്കൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 80+ സെൻറ്ററുകളിൽ നമ്മുടെ എക്സാം നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാത്ര അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നില്ല. അടുത്ത സെൻറ്ററുകൾ തന്നെ മക്കൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി April 26 ഞായറാഴ്ചയാണ്, സൺഡേ ആണ് എക്സാം നടക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒട്ടുമിക്ക കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാനും പറ്റും. അതിൽ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അത് നിർബന്ധമായിട്ടും നോക്കി വെക്കണം. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റർ ബാച്ചിലോട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് 100% സ്കോളർഷിപ്പ് നിങ്ങളുടെ മാർക്കിന് അടിസ്ഥാനത്തിൽ ESAT എക്സാമിലെ നിങ്ങളുടെ മാർക്കിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മക്കളെ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ വഴി അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് +2 കഴിഞ്ഞാൽ എന്ത് എന്നുള്ളൊരു ചോദ്യം എല്ലാ കുട്ടികളുടെ മനസ്സിലുണ്ട്. +2 കഴിഞ്ഞ ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സിലുള്ളൊരു കാര്യമാണ്, +2 കഴിഞ്ഞാൽ ഞാൻ എന്തിന് പോകണം? എടാ, മെഡിക്കൽ എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് പറ്റുമോ? എടാ, പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കണം. എടാ, നമ്മുടെ ക്യാമ്പസുകളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും, ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ അടിപൊളിയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മക്കൾ ആ രീതിയിൽ തന്നെ നേരത്തെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ മാക്സിമം അതിലൂടെ സ്കോളർഷിപ്പൊക്കെ കിട്ടാൻ വേണ്ടി നോക്കുക, അഡ്മിഷൻ എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം, ഈ എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് മക്കളെ. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എക്സാമിനേഷൻ ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുക. അത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ആ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ രജിസ്ട്രേഷൻ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ജോയിൻ ചെയ്യുക, എല്ലാവരും എക്സാം എഴുതി നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എഴുതി നോക്ക്, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനനുസരിച്ചുള്ള സ്കോളർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു നീറ്റ് JE കോച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ആ രീതിയിൽ തന്നെ ഇത് ഫോക്കസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ടോപ്പായിട്ട് തന്നെ, ടോപ്പ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം മസ്റ്റാണ്. അത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നല്ല, ഏത് എൻട്രൻസ് ആയിക്കോട്ടെ, മക്കൾ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പഠിക്കണം, നല്ല പ്ലേസ്മെൻറ്റ്, നല്ല ജോലി, ഭാവി സേഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ എൻട്രൻസ് എക്സാം എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് തരുന്ന ESAT എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. April 26 സൺഡേ ആണ് എക്സാം വരുന്നത്. 80+ സെൻറ്ററുകളിൽ എക്സാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ മക്കളെ, അടിപൊളിയായിട്ട് എഴുതുക.